2025 and 40 days ആണ്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് തന്നെ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ബേസ് യൂണിറ്റ്സ് ഇൻ സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്, അതായത് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റിലെ ബേസ് ആയിട്ടുള്ളതാണ്. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഡിറൈവ്ഡ് വരുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഈ 7 സാധനങ്ങളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താ? ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഫണ്ടമെൻ്റലിൽ നിന്നിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ, ലെങ്ത് ഇൻറ്റു ലെങ്ത് ആയിരിക്കും. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഒക്കെ പറയാം. ഓക്കെ. ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ സ്പീഡ്? ഡിസ്റ്റൻസ്, അതായത് ലെങ്ത് ഉണ്ട്, ലെങ്ത് ബൈ ടൈമാണ് സ്പീഡ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ബൈ ടൈമാണ്. സ്പീഡ് എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം, അതിനൊന്നും കൂടി ടൈം കൊണ്ട് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ ഏരിയ ആണ്. ഓക്കെ. അല്ല സോറി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതെ മാസ് ബൈ ആക്സലറേഷൻ ആണ്. പിന്നെ എനർജി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അതായത് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഇപ്പം നമ്മൾ നേരത്തെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. അത് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയാം. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസ് ബൈ ആക്സലറേഷൻ അല്ല, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? എം എൻ. ഇനി ആക്സലറേഷൻ എന്താ? ലെങ്ത് ബൈ ടൈം സ്ക്വയർ എന്നല്ലേ. അപ്പോൾ L(T)⁻². അപ്പോൾ നമുക്ക് അങ്ങനെ ഫോർമുലയിൽ എഴുതുന്നതിനാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് എഴുതുന്നത്. ഓരോന്നിനും ഓരോരോ ബോക്സ് ഇട്ട് കൊടുക്കണം ഇതുപോലെ. ഓക്കെ. ഇനി വർക്കാണെങ്കിൽ mL²T⁻² എന്നാണ്. പവർ ആണെങ്കിൽ mL²T⁻3. ഇത് മൂന്നും എന്തായാലും പഠിക്കണം. പിന്നെ ആക്സലറേഷൻ ഡയമെൻഷണൽ ഫോർമുല പഠിക്കണം. ആക്സലറേഷൻ എന്താണ്? L(T)⁻² ആണ്. അതുപോലെ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് അതൊക്കെ പഠിച്ചിരിക്കണം. അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി, ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടു ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ആൻഡ് ടു കൺവേർട്ട് യൂണിറ്റ്സ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അപ്പോൾ നമുക്കൊരു യൂണിറ്റ്, ഇപ്പോൾ നമുക്ക് SI സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് FP സിസ്റ്റത്തിലോട്ട് മാറ്റണമെങ്കിൽ, MK സിസ്റ്റത്തിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ പഠിക്കാനുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. റൂൾസ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓൾ non-zero digits ആർ സിഗ്നിഫിക്കൻറ്റ്. പിന്നെ സീറോസ് ബിറ്റ്വീൻ non-zero digits ആർ സിഗ്നിഫിക്കൻറ്റ്. പിന്നെ ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് ലീഡ് ചെയ്ത് നിൽക്കുന്ന സീറോസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ട്രെയിലിംഗ് സീറോ, ലാസ്റ്റ് വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷെ മുന്നിൽ നിൽക്കുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത്. ഇതിൽ 5 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്. കാരണം മുന്നിൽ 1 ഉണ്ട്, അതുകൊണ്ട് ഇതിൽ 4 ഉണ്ട്. ഓക്കെ. ഇനി റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്. The rules for rounding off is if the digit is to be dropped less than 5, the preceding digit remains unchanged. 5-നെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ അതിനെ ആ നമ്പറിനായിട്ട് എഴുതും. 5-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? അടുത്ത നമ്പറിലോട്ട് എഴുതും. ഇൻക്രീസ്ഡ് ബൈ 1 ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണ് 3.142 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 5-നെക്കാട്ട് കുറവല്ലേ, അപ്പോൾ ഇത് ഒഴിവാക്കുക, ഈ ടേം ഒഴിവാക്കിയിട്ട് 4-നെ 3.14 എഴുതാം. ഇനി 5.678, 5-നെക്കാട്ട് വലുതല്ലേ, അപ്പോൾ നമുക്കൊന്ന് കൂട്ടി ഇവിടെ എഴുതാം. 5.68 അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ 5.68 എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 5.7 എന്നും എഴുതാം. ഓക്കെ. ഇനി എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ആബ്സല്യൂട്ട് എറർ ആണ് delta A is equal to mod of A measured minus A true ആയിരിക്കും. ഇനി റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ delta A by A true ആയിരിക്കും. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി അടുത്ത കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. അഡിഷൻ ആണെങ്കിൽ നമുക്ക് സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? A+B ആണ്.
എ മൈനസ് ബി അങ്ങനെ അതുപോലെ തന്നെ എഴുതാം. ഡെൽറ്റ സെഡിന് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എ ഇൻറ്റു ബി എഴുതുക, ആൻഡ് ഡിവിഷൻ ആണെങ്കിൽ എ ബൈ ബി എഴുതാം. ഇനി അതിൻ്റെ എറേഴ്സിന് നമുക്ക് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാം. ഇനി പവേഴ്സ് ഉണ്ടെങ്കിൽ സെഡ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എൻ ആയിരിക്കും അതിൻ്റെ എറർ വരുന്നത്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻസ് ആണ്. ലെങ്ത്ത് 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണ്. 1 ഫൂട്ട് എന്ന് പറഞ്ഞാൽ 0.3048 മീറ്റർ ആണ്. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.609 കിലോമീറ്റർ ആണ്. മാസ് 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 0.4536 കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. പിന്നെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ ക്വസ്റ്റിൽ ടൈം 60 സെക്കൻഡ്സിലും 3600 സെക്കൻഡ്സിലൊക്കെ മാറ്റേണ്ടി വരും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡും 1 ഹവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡുമാണ്. പിന്നെ എനർജി ബേസ് പറയുമ്പം 1 കലോറി എന്ന് പറഞ്ഞാൽ 4.184 ജൂളും 1 EV എന്ന് പറഞ്ഞാൽ 1.602 ഇൻറ്റു 10⁻⁻19 ജൂൾസുമാണ്. പിന്നെ കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് 6.674 ഇൻറ്റു 10⁻11. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.626 ഇൻറ്റു 10⁻34 ജൂൾ സെക്കൻഡ്. അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 മോൾ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലമാണ്. കൺവേർട്ട് 5 കിലോമീറ്റേഴ്സ് ടു മീറ്റർ. 5 കിലോമീറ്ററിനെ മീറ്ററിലാക്കണമെങ്കിൽ 5 ഇൻറ്റു കിലോ എന്ന് പറയുമ്പോൾ 1000 ചെയ്യുക, 5000 മീറ്റർ. ഡയമെൻഷണൽ ഫോർമുല പവർ എന്താണ്? m(l⁻⁻1 t⁻⁻2). പിന്നെ റൗണ്ട് ഓഫ് ചെയ്യാം. റൗണ്ട് ഓഫ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 3 എണ്ണമായിട്ട്. അതിനാണെങ്കിൽ 12.3. 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ 4 ആണ്. 4 5-നേക്കാട്ട് കുറവായതുകൊണ്ട് ഇവിടെ 3 വരെ നിർത്താം. ഇനി z is equal to a square b raised to 1/2. Find the relative error in z. ഡെൽറ്റ സെറ്റിന് നമ്മൾ പവറിന് മുന്നേ മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ ബി പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ലോണം ക്രാക്ക് ചെയ്യാൻ പറ്റും കീം. അപ്പോൾ വർക്ക് ചെയ്യുക. ഈ ചാപ്റ്റർ സിമ്പിളാണ്. ഇതിലധികം സ്ട്രെസ് കൊടുക്കേണ്ട. ഇപ്പോൾ പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, അതിൻ്റെ ഒക്കെ ഡയമെൻഷണൽ ഫോർമുല നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.